നമ്മൾ ഓസ്ട്രേലിയയിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടി വാങ്ങുമ്പം ഇതുപോലത്തെ പ്രോപ്പർട്ടി വാങ്ങാതിരിക്കുക, മറിച്ച് ഇതുപോലത്തെ പ്രോപ്പർട്ടി വാങ്ങുക. നമ്മളൊരു സ്വിമ്മിംഗ് പൂളോ ഒരു ഹൈ എൻഡ് റെനോവേഷനോ അല്ലെങ്കിൽ ഹൈ മെയിൻറ്റെയിൻഡ് ഒരു ലാൻഡ്സ്കേപ്പ് ചെയ്ത വീടോ ഇതൊന്നും കണ്ട് ഡിസ്ട്രാക്റ്റഡ് ആയിരിക്കുക, എസ്പെഷ്യലി വെൻ വി ആർ ബൈങ് ആൻ ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടി. മറിച്ച് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ആ പ്രോപ്പർട്ടിയുടെ ലൊക്കേഷന്, പിന്നെ ഇതിൻ്റെ ഗ്രോത്ത് ഫാക്ടർ, പിന്നെ സ്കൂൾസ്, ട്രാൻസ്പോർട്ടേഷന്, പാർക്ക്, ഇതിൻ്റെയൊക്കെ ഒരു പ്രോക്സിമിറ്റി എത്രയുണ്ട്, അതൊക്കെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. പിന്നെ ഞാൻ ചെക്ക് ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ ടൈപ്പ് അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് മെറ്റീരിയൽ യൂസ് ചെയ്തിരിക്കുന്നത് എന്താണ്, അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ്, അതൊരു ഹൈ സെറ്റ് പ്രോപ്പർട്ടി ആണോ അല്ലെങ്കിൽ ഒരു ലോ സെറ്റ് പ്രോപ്പർട്ടി ആണോ, അല്ലെങ്കിൽ അതൊരു ഡബിൾ ബ്രിക്ക് ആണോ അല്ലെങ്കിൽ ഒരു വെതർ ബോർഡ് ടൈപ്പ് പ്രോപ്പർട്ടി ആണോ. അപ്പോൾ എല്ലാ പ്രോപ്പർട്ടിയിലും ഞാൻ ചെക്ക് ചെയ്യുന്നത് ഇങ്ങനെയുള്ള ഫാക്ടേഴ്സ് ആണ്, റാദർ ദാൻ ദ കോസ്മെറ്റിക് ഫാക്ടേഴ്സ് ഓഫ് ദ പ്രോപ്പർട്ടി. നമ്മൾ പർച്ചേസ് ചെയ്തിട്ട് ഏത് സ്റ്റേജിലും നമുക്ക് ഇതിൻ്റെ ഒരു കോസ്മെറ്റിക് ചേഞ്ച്, ഫിക്സ്ചേഴ്സ് ആഡ് ചെയ്യാം, അപ്ലയൻസസ് ആഡ് ചെയ്യാം, പെയിന്റിംഗ് ചേഞ്ച് ചെയ്യാം, ഇതൊക്കെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ചേഞ്ച് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. ബട്ട് നമുക്ക് ഒരിക്കലും നമുക്ക് ലൊക്കേഷൻ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അപ്പം അങ്ങനെയുള്ള ഫാക്ടേഴ്സാണ് നമ്മൾ കൂടുതലായിട്ടും പ്രയോറിറ്റി കൊടുക്കേണ്ടത്, പ്രത്യേകിച്ച് ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടി വാങ്ങുമ്പോൾ. അപ്പോൾ നമ്മൾ പ്രോപ്പർട്ടി വാങ്ങുമ്പോൾ ഇങ്ങനെയുള്ളൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സിന് പ്രയോറിറ്റി കൊടുക്കുക ആൻഡ് ഈ ഫാൻസി ഡിസ്ട്രാക്ഷൻസിനെല്ലാം ഇഗ്നോർ ചെയ്യുക. അപ്പം ഹാപ്പി ഇൻവെസ്റ്റിംഗ്, ടേക്ക് കെയർ, സീ യു നെക്സ്റ്റ് ടൈം.